ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. അപ്പോൾ ഇതാ 2025 വരാൻ പോവാണല്ലേ. നമ്മുടെ 2024 ഫൈനലി കഴിയുന്നു. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. 2025 എന്ന് പറയുമ്പോൾ തന്നെ മക്കളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് നീറ്റ് 2025 ആയിരിക്കും. 3 മാസമേ ഉള്ളൂ, 4 മാസമേ ഉള്ളൂ, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അല്ലേ. പക്ഷെ ഒന്നുമില്ല, നമുക്കതൊക്കെ സെറ്റാക്കാം. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് കുറച്ച് ഡിസിഷൻസ് ഒക്കെ എടുത്ത് നമുക്ക് പോകണം. നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, റിപ്പീറ്റഡായി ചെയ്ത കുറച്ച് തെറ്റുകൾ ചെയ്തു പോയത്, കുറച്ച് ഫെയിലിയേഴ്സ് വന്നു പോയതൊക്കെ അതൊക്കെ ഓക്കെ. പക്ഷെ അതൊക്കെ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെയായിരിക്കണം നമ്മൾ 2025 ചിന്തിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. 2025 വർഷത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, നമ്മുടെ വേൾഡ് സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ദ ഗ്രേഡ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ഒരുപാട് നടന്ന ഒരു വർഷമായിരുന്നു 2024. നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്താൽ തന്നെ നമ്മുടെ വയനാട് ദുരന്തം അല്ലേ, ചൂരൽമലയിൽ നടന്ന ആ ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് അവരുടെ വീട്, അവരുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ. സോ അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ്, ഒരുപാട് ദുരന്തങ്ങൾ, ഒരുപാട് ആക്സിഡൻറ്റ്സ് നടന്നിട്ടുണ്ട്. ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന റോഡ് ആക്സിഡൻറ്റിൻ്റെ ഒരു ഇത് തന്നെ നോക്കിയാൽ മക്കൾക്ക് അറിയാൻ പറ്റും. സോ അതിൽ നിന്നൊക്കെ ഒരുപാട് പേര് അതിജീവിച്ച് വരുന്ന 2025 ഇസ് ലൈക്ക് ആൻ ഇയർ ഓഫ് റിഡംഷൻ അല്ലേ. ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയ എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നുമൊക്കെ നമ്മൾ അതിജീവിച്ച് വരുന്ന ഒരു പുതിയ ലൈഫ് നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്ന, ഇറ്റ്സ് എ ഇയർ ഓഫ് ബിൽഡിങ് എ ന്യൂ ലൈഫ് ഓർ മേക്കിംഗ് എ ന്യൂ യു കൈൻഡ് ഓഫ് എൻ ഇയർ അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയ വലിയൊരു ദുരന്തം, നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് അങ്ങനെ എത്രയും പെട്ടെന്നൊന്നും റിക്കവർ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഡെഫിനറ്റ്ലി വിത്ത് ടൈം അല്ലേ, സമയം പതുക്കെ ആ വിഷമങ്ങളൊക്കെ മാറ്റി നമുക്ക് ഒരുപാട് ഹീൽ ചെയ്ത് വരാൻ പറ്റും. നിങ്ങൾ ഒരുപാട് പേര്, ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര്, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇപ്പം ജസ്റ്റ് നീറ്റ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരൊന്നും അല്ല, ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. എന്നാലും ഈ നീറ്റ് എന്നുള്ള ഒരു ഡ്രീം ആഗ്രഹിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസസ്, ഒരുപാട് പേർക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നിങ്ങളുടെ നഷ്ടം എന്താണ്, നിങ്ങളുടെ ദുഃഖം എന്താണെന്നുള്ളതിൻ്റെ ആഴം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമ്മളിപ്പോൾ എത്ര ആശ്വസിപ്പിച്ചാലും ചിലപ്പോൾ അത് മാറില്ല. ബട്ട് സ്റ്റിൽ what I'm telling you is we can always change the way we think, our perspective, and build a new year and expect and wish for the good things അല്ലേ. അപ്പോൾ 2024 നമുക്ക് ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ടാകും, നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകും, ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടാകും. നമ്മുടെ പഠനത്തിലും ഇത് തന്നെയാണ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ എക്സ്പെക്ട് ചെയ്ത മാർക്കൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത്, we are always doing the blame game. So when we are going to 2025, the first thing we are stopping my children is to do the blame game. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര പഠിച്ചിട്ട് കിട്ടുന്നില്ല, ഞാൻ എത്ര പഠിച്ചിട്ടും പഠിച്ചെത്തുന്നില്ല അല്ലേ, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ശരിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ഇത് ശരിയില്ലായിരുന്നു, ഞാൻ യൂസ് ചെയ്ത സ്റ്റഡി മെറ്റീരിയൽ ശരിയില്ലായിരുന്നു, ഞാൻ ചെയ്ത സ്റ്റഡി മെത്തേഡ് ശരിയില്ലായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണമാണ് ഞാൻ ഇങ്ങനെ, എൻ്റെ റൂംമേറ്റ്സ് ശരിയില്ലായിരുന്നു, അവർ ഭയങ്കര സംസാരമായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഡീമോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഓക്കെ, സോ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ സക്സസ് ഓർ യുവർ ഫെയിലിയർ. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ്. നല്ലതാണെങ്കിൽ നല്ലതിനും, ചീത്തയാണെങ്കിൽ ചീത്തതിനും. പ്ലീസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ സെൽഫ്. ഓക്കെ, ദിസ് ഇയർ പ്ലീസ് പ്രോമിസ് ടു യുവർ സെൽഫ്, ഞാൻ ഇങ്ങനെ ഈ ബ്ലെയിം ഗെയിം ചെയ്തുകൊണ്ടിരിക്കില്ല. ഓക്കെ, സ്റ്റോപ്പ് കംപ്ലെയിനിങ് ആൻഡ് സ്റ്റാർട്ട് ആക്ടിങ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്. നിങ്ങളൊക്കെ നല്ല ഫെസിലിറ്റീസ് ഉള്ള, നല്ല രീതിയിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളുള്ള മക്കളാണ്. നിങ്ങൾക്കൊന്നും ഉള്ള അത്രയും സൗകര്യം പോലും ഇല്ലാത്ത ഒരുപാട് മോശം അവസ്ഥകളിൽ നിന്നും പഠിച്ച് IAS പോലെ, നീറ്റ് പോലെ, JEE പോലെയൊക്കെയുള്ള ഭയങ്കര ടഫ് എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലിയർ ചെയ്ത മക്കളുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, യു ആർ വെരി മച്ച് ബ്ലെസ്ഡ്, യു ആർ വെരി മച്ച് പ്രിവിലേജ്. ഓക്കെ, നമ്മളുടെ രാജ്യത്തെ ഒരു വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷനിലെ ഒരു ആളുകളാണ്, ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ബ്ലെസ്ഡ്. പ്ലീസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ്. ഇനി അങ്ങോട്ട് 2025 നമുക്ക് ഈ 25 ഈ ബ്ലെയിം ഗെയിം കളിക്കാണ്ടിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം, എവറിത്തിങ് യു നീഡ് ഇസ് വാട്ട് യു ആർ, ലൈക്ക് യു ഹാവ് എവറിത്തിങ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫാമിലി ഉണ്ട്, പാരൻസ് ഉണ്ട്, നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇനി അതൊന്നും ഇല്ലാത്തവരാണെങ്കിലും ദിസ് വൺ വേ ഓർ ദി അതർ, റൈറ്റ്, യു ക്യാൻ കൺസോൾ യുവർ സെൽഫ്. അല്ലെങ്കിൽ പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ക്ലാസ്സസ് അവൈലബിൾ ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആഗ്രഹിക്കാനെങ്കിലും പറ്റുന്നില്ലേ, എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷ ഉണ്ട്, ഇതിനെ പഠിച്ചെഴുതാമെന്നൊക്കെ. അതിന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും അതിനൊന്നും ഒരു അവസരം പോലും കിട്ടാത്ത
ഒരു ചാൻസ് പോലും കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ ആകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷനിലൂടെ ആകാം. ഇതൊന്നും പറ്റാത്തവരുണ്ട്. അപ്പോൾ മക്കൾ ആലോചിക്കുക, ഇനിയെങ്കിലും എന്താ പറയുക, ഞാൻ ഇപ്പോൾ ചെയ്തതിൽ സാറ്റിസ്ഫൈഡ് അല്ല, എനിക്കിനി വേറൊരു സ്റ്റഡി മെറ്റീരിയൽ വേണം, എനിക്ക് വേറൊരു കോഴ്സ് വേണം, എനിക്ക് വേറൊരു ഇത് വേണം. അതായത് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ഫ്രം ദ ബിഗിനിങ്. പക്ഷേ ഡോണ്ട് നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്ലെയിം ഗെയിം കളിച്ചിട്ടുണ്ടല്ലോ, എല്ലാത്തിനും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് മക്കൾ പോകാണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നോർത്ത് ഡിപ്രസ്ഡ് ആവാണ്ടിരിക്കുക. മക്കളെ, യു ഹാവ് എവറിഥിങ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതെങ്ങനെ ചെയ്യണം, എങ്ങനെ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തുമാത്രം അറിയാം എന്നുള്ളത് എങ്ങനെ നോക്കണം എന്നൊക്കെ ഉള്ളത് മിസ് പറഞ്ഞുതരാം. ഓക്കെ, സോ പ്ലീസ്, യു ഹാവ് എവറിഥിങ്, യു ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ് ആൻഡ് മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് ഇറ്റ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ 2025 പോകുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഒരുപാട് അങ്ങ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ദാറ്റ് ഈസ് എന്താ പറയുക, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നിങ്ങളുടെ പ്രായത്തിലുള്ള മക്കൾ നിങ്ങൾ ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിയുമ്പം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു, ആൻഡ് ദെൻ യു ആർ ടോട്ടലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദാറ്റ് പേഴ്സൺ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളുകളാകാം, ഈവൻ യുവർ ടീച്ചേഴ്സിൽ ആരാണെങ്കിലും. എടാ, യു ഷുഡ് ഹാവ് എ ബൗണ്ടറി. എൻ്റെ മക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്ലീസ് ലേൺ ടു ഡ്രോ ബൗണ്ടറീസ് വെർ ഇറ്റ് ഇസ് നീഡഡ്. നമ്മൾ ഭയങ്കരമായിട്ട് ഒരാളെ അൺനെസസറി ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സോ ഒരാളെ നിർത്തേണ്ടത് എവിടെയാണ്, അയാൾക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെ അറിയണം, അയാൾ എന്നെക്കുറിച്ച് എന്തൊക്കെ അറിയരുത്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഭയങ്കര കുഞ്ഞു മക്കളാണ്, പക്ഷേ സ്റ്റിൽ ഈ ഒരു യങ് ഏജിൽ നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്യൂച്ചറിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ പ്ലീസ് ലേൺ ടു സേ നോ വെർ യു ഹാവ് ടു സേ നോ. പ്ലീസ് ലേൺ ടു കീപ്പ് യുവർ ബൗണ്ടറീസ്. പിന്നെ എപ്പോഴും നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവണം, ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. സോ നമുക്ക് ഫാമിലിയും എല്ലാവരും ഉണ്ട്, ബട്ട് സ്റ്റിൽ there will be a point in your life where you have to survive alone, right? അപ്പോൾ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ദാറ്റ് കൈൻഡ് ഓഫ് കോൺഫിഡൻസ് യു ഷുഡ് ഹാവ്. എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവർ പറയുന്ന കേട്ടാൽ എനിക്ക് സമാധാനമാകും, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഡീമോട്ടിവേഷൻ ആകുന്നു, ഭയങ്കര തളർന്നു പോകുന്നു, എന്നാൽ കുറച്ച് സെൽഫ് ഹെൽപ്പ് വീഡിയോ കാണാം, കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസ് കാണാം, കുറച്ച് ഇത് കാണാം. അങ്ങനെ കണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി പ്ലാൻ ഒന്നും വർക്കൗട്ട് ആകുന്നില്ല, എൻ്റെ സ്ട്രാറ്റജി ഒന്നും ശരിയല്ല, എന്നാൽ ഇവർക്ക് എന്താ വർക്കൗട്ടായി, അവരുടെ സ്റ്റഡി പ്ലാൻ കാണാം, ഇത് ചെയ്യാം. ടു എ ലിമിറ്റ് മറ്റുള്ളവരുടെ സ്റ്റഡി പ്ലാൻ അഡാപ്റ്റ് ചെയ്യുന്നതും മോട്ടിവേഷൻ എടുക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ അത് എക്സസ് ആകുമ്പോൾ ഭയങ്കര എക്സസീവ് സെൽഫ് ഹെൽപ്പ് ആയി പോകും. അത് നിങ്ങളെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്കുള്ള സെൽഫ് വാല്യൂ ഇല്ലേ, അത് ഇല്ലാണ്ടാക്കും. അപ്പം നിങ്ങൾക്ക് മറ്റൊരാളുടെ ഉപദേശമില്ലാതെ, മറ്റൊരാളുടെ വീഡിയോ കാണാതെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇത് കേൾക്കാതെ, ആശ്വസിപ്പിക്കൽ കേൾക്കാതെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഒരു വാക്കുപോലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അങ്ങനെ ആവണ്ട. നമുക്ക് 2025 നമുക്ക് കുറച്ചൊക്കെ എന്താ പറയുക, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൊണ്ടുവന്ന് ഒരുപാട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയമായിട്ടൊന്ന് പഠിച്ച് സ്വയമായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. 2025 പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തന്നെയാണ്. ടഫ്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ സിലബസിലെ ടഫ്നെസ് അല്ല, ഒരിക്കലുമല്ല. കാരണം നിങ്ങൾ ക്ലാസ് 12ൽ പഠിക്കുന്ന, 11th 12th പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് നീറ്റ് എക്സാമിന്. ടഫ്നെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ടഫ്നെസ് അല്ല. ബിക്കോസ് ഓവർ ദ ഇയേഴ്സ് നിങ്ങളൊക്കെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നവരാണ്. ഒരേ സിലബസ് ആണ്, അതിന്ന് തിരിച്ചും മറിച്ചും ഹൗ മെനി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ദേ ക്യാൻ ക്രിയേറ്റ്. അതൊന്നുമല്ല ഈ എക്സാമിൻ്റെ ടഫ്നെസ്. നീറ്റ് എക്സാം ഇസ് കോമ്പറ്റേറ്റീവ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് നമ്പർ ഓഫ് പീപ്പിൾ റൈറ്റിംഗ് ദി എക്സാം, നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ, സിലബസ് ഒക്കെ അടിപൊളിയായിട്ട് അറിയുന്ന നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആസ്പിരൻസ് ഹു ആർ ഗോയിങ് ടു റൈറ്റ് ദിസ് എക്സാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാവരും ഒറ്റ പ്രാവശ്യം എഴുതി എന്തെങ്കിലും ഒരു സ്കോർ കിട്ടി, ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടി, അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയി പോകുന്നവരാണ്? അല്ല. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും നീറ്റ് എക്സാം എഴുതാൻ ഇത്രയും അധികം ആൾക്കാർ? എല്ലാ വർഷവും 25 ലക്ഷം 24 ലക്ഷം കുട്ടികൾ +2 പഠിച്ച് ഇറങ്ങുന്നുണ്ടോ? നോ, ഇറ്റ്സ് പീപ്പിൾ ഹു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ദേ ഗോട്ട്, റൈറ്റ്? അവരുടെ ഡ്രീം കോളേജിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര വർഷം വേണമെങ്കിലും ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ആളുകൾ റെഡിയാണ്. ബിക്കോസ് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് എ ഡ്രീം പ്രൊഫഷൻ ദാറ്റ് ദേ ആർ ഡ്രീമിങ് ഓഫ്, ഇസ്ന്റ് ഇറ്റ്? അതുകൊണ്ടാണ്. അപ്പോൾ competition is in terms of potential aspirants, it is in terms of quality aspirants, number of aspirants. അതൊക്കെയാണ് നീറ്റ് എക്സാമിൻ്റെ. ആൻഡ് നമ്പർ ഓഫ് സീറ്റ്സ് അല്ലേ, ഇത്രയും പേര് എഴുതുന്നത് വളരെ കുറച്ച് സീറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമല്ലേ? യെസ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യണമെങ്കിൽ നന്നായി പഠിക്കണം. ഓക്കെ, പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില മക്കൾ പറയും, ഞാൻ ഒരു ദിവസം 14 മണിക്കൂർ പഠിച്ചു മിസ്സേ, 12 മണിക്കൂർ പഠിച്ചു. എങ്ങനെയാണ് പഠിച്ചത്? വീഡിയോസ് കണ്ടു, അല്ലെ NCERT നോക്കി. പക്ഷേ
when you understand, when you analyze what you have learned, that's when you actually study something. അല്ലേ? പഠിച്ചത് നമ്മൾ അപ്പം തന്നെ അനലൈസ് ചെയ്ത് നോക്കുക, അതായത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സെൽഫ് അനാലിസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചത് അവിടെ വിടാതെ റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിവിഷനായിട്ട് സൈലം ഒരുപാട് പ്ലാൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ സംശയം ഉണ്ടായിരുന്നു LMRP കുറിച്ച് പറഞ്ഞപ്പം. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം സൈലത്തിൻ്റെ ഓഫ്ലൈൻ റിവിഷൻ പ്ലാൻ ആണ്. XPL LMRP ഓൺലൈൻ ആണ്. നമ്മുടെ XPL 1.0 വന്നു, 2.0 വന്നു. ഇനിയും നമുക്ക് ബാച്ചസ് ഉണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് അവസാനം ഒരു എൻഡ് ഗെയിം എന്ന് പറഞ്ഞൊരു ഫൈനൽ റിവിഷൻ ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങൾക്കുള്ള എല്ലാ പ്ലാനും ഞങ്ങൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഐ എം വിഷിംഗ് യു ഓൾ എ വെരി വെരി ഹാപ്പി 2025. നല്ല വർഷമാവട്ടെ. ഇയർ ഓഫ് റിഡംഷൻ ആണ്, ഇയർ ഓഫ് സർവൈവൽ ആണ്. അതുപോലെ തന്നെ മക്കൾ നീറ്റ് 2025 ക്ലിയർ ചെയ്യുന്ന എല്ലാ സ്ട്രഗിളുകളും, നമ്മുടെ എല്ലാ സ്ട്രഗിളുകളും അവിടെ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു, സ്ട്രഗിൾസ് ഉണ്ടായി, നമ്മൾ തളർന്നു പോയി, നമ്മൾ ഫെയിലായി. കുഴപ്പമില്ല. അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാ നല്ല മെമ്മറീസും നല്ല എക്സ്പീരിയൻസസും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ആൻഡ് ഓൾസോ ഈ ഡൗൺഫോൾസൊക്കെ എല്ലാ വർഷവും ഉണ്ടടാ. ബാഡ് എക്സ്പീരിയൻസും ഗുഡ് എക്സ്പീരിയൻസസും അങ്ങനെയല്ലേ ലൈഫ്, എല്ലാ പ്രാവശ്യവും ഉണ്ട്. പക്ഷേ നമ്മൾ എന്താ വിചാരിക്കുക, ഒരു വർഷം ഒരു ചീത്ത എക്സ്പീരിയൻസ് ഉണ്ടായി, ഇതാണ് എൻ്റെ മോശം വർഷം, ഇതാണ് എൻ്റെ ചീത്ത വർഷം നമ്മൾ വിചാരിക്കും. പക്ഷേ എല്ലാ വർഷവും അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ്. നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, അതാണ് നമ്മൾക്ക് നല്ല വർഷവും ചീത്ത വർഷവും ആക്കി മാറ്റുന്നത് അല്ലേ. നല്ല ഒരു ചീത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ വർഷത്തിലെ ഏറ്റവും പൊട്ട കാര്യം ഇതാണ്, അപ്പോൾ ഇതാണ് ഏറ്റവും പൊട്ട വർഷം എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെയാവും. ഓക്കെ, സോ ചീത്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആ ഒരു ലേണിങ്ങിനെ, നമ്മൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ആൻഡ് ഓൾസോ വേറെ ഒരു ബാഡ് ഫീലിങ്സും വേണ്ട. ടോക്സിക് ആൾക്കാരെയൊക്കെ ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്നല്ല ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. ആൻഡ് സ്റ്റോപ്പ് കമ്മ്യൂണിക്കേറ്റിംഗ് അ ലോട്ട് വിത്ത് ടോക്സിക് പീപ്പിൾ. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഡു. മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ മക്കൾക്ക് സന്തോഷം സമാധാനം ഉണ്ടാവും. സോ വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. 2025 നിങ്ങളുടെ വർഷമാകട്ടെ, നമ്മുടെ വർഷമാകട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.